ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് 2024 മെയ് മാസം മുതലുള്ളതാണ്. PSC മെയ് മാസം മുതൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. LDC, ട്രിവാൻഡ്രം, അതുപോലെ കൊല്ലം, കണ്ണൂരൊക്കെ കഴിഞ്ഞു. പത്തനംതിട്ട, ആലപ്പുഴ, അങ്ങനെ 8 ജില്ലകളിലേ കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതുപോലെ വേറെ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, മെയ് മാസം മുതലെന്ന് പറയുമ്പം അടുത്തിടെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാ വർമ്മയ്ക്കാണ്. അദ്ദേഹത്തിന് രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. സരസ്വതി സമ്മാൻ ലഭിക്കുന്ന 4ാമത്തെ മലയാളിയാണ് ഇദ്ദേഹം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലിയാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ആണ്. അതിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഹിമപ്പുലിയാണ്. ഇനി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, നിലവിലെ ദേശീയ മനുഷ്യാവകാശ ചെയർമാൻ ആരാണ് എന്നുള്ളത്. അരുൺകുമാർ മിശ്ര മാറി ഇപ്പോൾ ആരാണ്? വിജയഭാരതി സയാനിയാണ് നിലവിലത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. കേരളത്തിലെ SC/ST കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ BS മാവോജിയാണ് കേരളത്തിലെ SC/ST കമ്മീഷൻ ചെയർമാൻ. അപ്പം അപ്പോയിൻമെൻറ്റ്സ് ഈ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്ന് ഓർത്തു വെച്ചോണം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. നമുക്കറിയാം, തുടർച്ചയായിട്ട് ഫിൻലാൻഡിന് ഫസ്റ്റ് ഉണ്ട്. അപ്പം ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 126ാമത്തെ സ്ഥാനമാണ്. ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഋതു കരുതാളാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മിസൈൽ വുമൺ ആരാണ്? ടെസ്സി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്ന് പറഞ്ഞത് ടെസ്സി തോമസ് ആണ്. റോക്കറ്റ് വുമൺ ഋതു കരുതാളാണ്. ഇന്ത്യയിൽ വേൾഡ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ വേൾഡ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്നതാണ് സ്റ്റാർസ് പ്രോജക്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്കയാണ് ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത്. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡാണ് BSVI. ലോകാരോഗ്യ ദിനം 2024 തീം. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 2024 തീം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ് ലോകാരോഗ്യ ദിനം 2024 തീം. ഇനി 2024 തണ്ണീർത്തട ദിന തീം എന്താണ്? 2024 തണ്ണീർത്തട ദിന തീമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും.
ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 അപ്പം 2024 തീമാണ് പറഞ്ഞത്. ഇനി 2023 തീം എന്തായിരുന്നു? തണ്ണീർത്തട പുനഃസ്ഥാപനം എന്നുള്ളതായിരുന്നു 2023 തീം. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ്? CISFനാണ്. നാരിശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28 നാരിശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28 2023 രാജസ്ഥാനിൽ പുതുതായിട്ട് സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം. രാജസ്ഥാനിൽ 2023 3 വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ പുതുതായിട്ട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് സോർസൻ വന്യജീവി സങ്കേതമാണ്. ഇത് ബാരനിലാണ്, രാജസ്ഥാനിലെ ബാരനിലാണ് സോർസൻ വന്യജീവി സങ്കേതം. ബാക്കി 2 വന്യജീവി സങ്കേതങ്ങളുടെ നമുക്ക് നോക്കാം. രാജസ്ഥാനിൽ 2023 പുതുതായിട്ട് വന്ന 3 വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണുള്ളത്. അതിൽ സോർസൻ വന്യജീവി സങ്കേതം ബാരനിലാണെന്ന് പറഞ്ഞു. ബാക്കി 2 ഒന്ന് ജോധ്പൂരിൽ കിച്ചാൻ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. അതുപോലെ ഫിൽവാരയിലെ ഹാമിർഗഡ് വന്യജീവി സംരക്ഷണ കേന്ദ്രം. അങ്ങനെ 3 വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീമൻ നാരായൺ. ശ്രീമൻ നാരായണാണ് 26ാമത്തെ PV മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ IAS. വി ഹരിനായർ IAS ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയയാണ്. ഹീരാലാൽ സമരിയയാണ് കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ് പോർട്ടലാണ് എന്ത്? സുനീതി. സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. കുടുംബശ്രീകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര്. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. നേരത്തെ ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് ആരോഗ്യ മേഖലയായിരുന്നു. ഇപ്പോൾ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രിയാണ്. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട സമയത്തെയാണ്. അന്ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആയിരുന്നു. ഇനി സെപ്റ്റംബർ 26 2024 സെപ്റ്റംബർ 26 മുതൽ കേരളത്തിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം സെപ്റ്റംബർ 26 സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം സാഞ്ചിയാണ്. ഇന്ത്യയിലെ സീറോ കാർബൺ ആയ നഗരമാണ് സാഞ്ചി. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്.
2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദ. മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേരള വന ഗവേഷണ കേന്ദ്രമാണ്. കേരള വന ഗവേഷണ കേന്ദ്രമാണ് മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത്. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. അങ്ങനെയെങ്കിൽ 2024 ലോക പരിസ്ഥിതി ദിന തീം എന്താണ്? തീം എന്തായിരുന്നു? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധിക്കൽ എന്നുള്ളതായിരുന്നു 2024 പരിസ്ഥിതി ദിന തീം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളാണ് 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് PSLV-C57 ആണ്. PSLV-C57 ആണ് ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സണാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലത്തെ ചെയർപേഴ്സൺ. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? പ്രകാശത്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്. പ്രകാശം റിലേറ്റഡ് ആയിട്ടുള്ള പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങളായിട്ടുള്ള ആറ്റോ സെക്കൻഡ്സ് പൾസസ് സൃഷ്ടിച്ചതിനാണ് ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ വേണ്ടവരത് കാണുക. അടുത്ത പരീക്ഷകളിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 സമാധാന നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് നർഗീസ് മുഹമ്മദിക്കാണ്. നർഗീസ് മുഹമ്മദിക്കാണ് 2023 സമാധാന നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സൗര മിഷനായിട്ടുള്ള ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം. ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം. 1%. ഭൂമിയും സൂര്യനും തമ്മിൽ ഒരകലമുണ്ടല്ലോ, അതിൻ്റെ ആ അകലത്തിൻ്റെ എത്ര ശതമാനമാണ് ആദിത്യ L1 ഭൂമിയും തമ്മിലുള്ള അകലം എന്നാണ് ചോദ്യം. 1%. അടുത്ത റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ചന്ദ്രയാൻ 3 മിഷൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. അതുപോലെ ചന്ദ്രയാൻ 3 മിഷൻ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം എന്നുമാണ്. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യയാണ് അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. ഗാസയിൽ യുദ്ധത്തിൽ നടക്കുന്ന ജനരോഷം വർദ്ധിച്ചതിനാൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ഗാസയിൽ യുദ്ധത്തിൽ നടക്കുന്ന ജനരോഷം വർദ്ധിച്ചതിനാൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് മാലിദ്വീപ്. മാലിദ്വീപാണ് ജനരോഷം വർദ്ധിച്ചതുകൊണ്ട് പാസ്പോർട്ടുമായിട്ടുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം.
ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ഭുവൻ ഹസാരിക സേതു. ഇനി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലം ചോദിച്ചാൽ അത് അടൽ സേതുവാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലം എന്ന് ചോദിച്ചാൽ അടൽ സേതുവാണ്. പാലം ഏതാണ്? ഭുവൻ ഹസാരിക സേതുവാണ്. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായിട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? NIIMH ഹൈദരാബാദാണ്. NIIMH ഹൈദരാബാദിനെയാണ് നിയോഗിച്ചത്. ഇനി അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ രാജ്യാന്തര സിനിമയാണ്. രാജ്യാന്തര ഫീച്ചർ ഫിലിം ഏതാണ് എന്നാണ് ചോദ്യം. ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓസ്കാർ 2024 ഓസ്കാർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കി വെച്ചേക്കുക. 2024 ഓസ്കാർ അവാർഡ് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഓപ്പൺഹൈമറാണ്. അതുപോലെ മികച്ച സിനിമയും ഓപ്പൺഹൈമർ ആയിരുന്നു. ഓപ്പൺഹൈമർ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ്, ഓസ്കാർ അവാർഡും ലഭിച്ചത്. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട്. ഇത് എഴുതിയത് ആരാണ്? വി അനന്ത നാഗേശ്വരനാണ്. ദി എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് വി അനന്ത നാഗേശ്വരനാണ്. ആരാണ് ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി? വിഷ്ണു ഡിയോ സായി ആണ്. ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് വിഷ്ണു ഡിയോ സായി. 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് മിലാനിലും അതുപോലെ കോർട്ടിന ഡി ആംബസോയിലുമാണ്. മിലാനിലും അതുപോലെ കോർട്ടിന ഡി ആംബസോയിലുമാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5.8%. 5.8% പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇനി അടുത്തത് COP28 UN ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ് ഏത് നഗരത്തിലാണ് നടന്നത്? COP28 നടന്നത് ഏത് നഗരത്തിലാണ്? ദുബായിലാണ്. അപ്പോൾ COP27 എവിടെയായിരുന്നു? ഈജിപ്തിലായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് COP29 ആണ്. COP29 നടക്കുന്നത് ബാക്കു, അസർബൈജാനിലാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.